യഹൂദൻ്റെ ഒരു പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? എന്നെ നീ വിജാതീയനായും സ്ത്രീയായും നായായും ജനിപ്പിക്കാഞ്ഞില്ല, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തു. അപ്പോൾ സ്ത്രീ സമം അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്ന ഒരു പുരാതന ലോകത്താണ് ക്രിസ്തു അവിടെ ഈ ശമരിയക്കാരത്തിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഏറ്റവും വലിയ സ്ത്രീ വിമോചകൻ ആരാണ്? ക്രിസ്തുവാണ്. ഏറ്റവും വലിയ സ്ത്രീ വിമോചകൻ ക്രിസ്തുവാണെന്ന് മറക്കരുത്. അതൊക്കെ വലിയൊരു വിമോചന ദൈവശാസ്ത്രങ്ങളാണ്. ആദ്യമായിട്ടൊരു സ്ത്രീയോടാണ് കർത്താവ് ഈ ദൗത്യമായിട്ട് പോവുക. രണ്ടാമത്തേത് ഉദ്ധിതനായ ക്രിസ്താവ്, റിസറക്റ്റഡ് ജീസസ്, ആദ്യം വെളിപ്പെടുന്നത് ഒരു സ്ത്രീക്കാണ്. നമ്മളത് മനസ്സിലാക്കുമ്പോൾ അന്നത്തെ കാലഘട്ടമൊക്കെ ആയിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളൊക്കെ അങ്ങനെ? അതുകൊണ്ട് തന്നെ അവൻ്റെ ചുറ്റും എന്നും ആരായിരുന്നു? സ്ത്രീകളായിരുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് എല്ലാം ആരാ? സ്ത്രീകളാണ്. കുറേ സ്ത്രീകളുണ്ട്. നാണക്കേട് വരാതിരിക്കാൻ ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു. ആരാ? യോഹന്നാൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മളെങ്ങനെ തല ഉയർത്തി നടന്നേനെ? യോഹന്നാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം എന്തോ ചെയ്തേനെ? ഏതായാലും ഒരാളെങ്കിലും അവിടെ ഉള്ളത് അത് സ്നേഹിച്ച ശിഷ്യനാണ് യോഹന്നാൻ. ഈ സ്ത്രീകൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. സ്ത്രീകൾക്ക് അവനെ വിട്ടു പോകാൻ കഴിയില്ല. കാരണം അവരെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതാരാ? യേശു. അതുകൊണ്ട് തന്നെ ഉദ്ധിതനായ ക്രിസ്തു സ്ത്രീയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്തിനാണ് കരയുന്ന ചോദിച്ചു. സ്ത്രീ എന്തിനാ കരയുന്ന അവൾക്ക് പോലും അറിയില്ല. സ്ത്രീ എന്തിനാ കരയുന്ന അവൾക്ക് പോലും അറിയില്ല. ഏതും സ്ത്രീയെ എന്തു ചെയ്യും? കരയിപ്പിക്കും. ശവം കാണാൻ പോയാലും അവൾ കരയും. ആര് കരഞ്ഞാലും അവൾ കരയും. അനിയത്തിപ്രാവ് കണ്ടാലും സിനിമ കണ്ടാലും അവൾ എന്തു ചെയ്യും? കരയും. കുഞ്ഞി പരീക്ഷയ്ക്ക് ജയിച്ചാലും അവൾ കരയും. പരീക്ഷയ്ക്ക് തോറ്റാലും കരയും. കുഞ്ഞിന് ജോലി കിട്ടിയാലും അവൾ കരയും. ജോലി പോയാലും കരയും. എന്തിനേറെ കൊച്ചിൻ്റെ കല്യാണം നടന്നാലും കരയും, നടന്നില്ലേലും കരയും. കെട്ടി ഇറങ്ങുമ്പോഴും അവൾ എന്തു ചെയ്യും? കരയും. സ്ത്രീ എന്തിനാണ് കരയുന്നതെന്ന് പൊതുവേ സ്ത്രീക്ക് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീ കരയുന്നതിൻ്റെ കാരണം ആരും അന്വേഷിക്കാറുമില്ല. ആരാ അന്വേഷിക്കുക? കെട്ടിയന്മാരന്നേ പറയും, അല്ല എന്തിനും ഉണ്ടൊരു പൂക്കണ്ണീര്, മോങ്ങാതെ അങ്ങ് കാര്യം പറ എന്നു വെച്ചാൽ. വളരെ സീരിയസ് ആയിട്ട് അവൾ എന്തിനാ കരയുന്ന തിരക്കിയ ഒറ്റ ആളേ ഉള്ളൂ. ആരാ? ക്രിസ്തുവാണ്. സ്ത്രീയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? അതുകൊണ്ട് ലോകമെമ്പാടും ഏത് യോഗത്തിനും അവനെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഏറ്റവും കൂടുതൽ കാണുന്ന ആരെയാ? സ്ത്രീകളെയാണ്. അവനെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഉള്ളത് അവളാണ്. എന്താ കാര്യം ചോദിച്ചാൽ, അവളുടെ കണ്ണീരിനെ ഗൗരവമായി കണ്ട ഏറ്റവും വലിയ ഗുരു ആരാ? സ്ത്രീയാണ്. അല്ലേ? അവളുടെ കണ്ണീരിനെ ഏറ്റവും ഗൗരവമായി കണ്ടത്. അതാണ് ക്രിസ്തുവിൻ്റെ വിമോചനം എന്ന് പറയുക. സാധാരണ ആരും അങ്ങനെ സ്ത്രീയുടെ കണ്ണീരിനെ ഗൗരവമായി കാണാറില്ല. അത് ഗൗരവമായി കണ്ട, കണ്ണീരിനെ ഗൗരവമായി കാണുന്നവരുടെ മുമ്പിലെ മനുഷ്യൻ കരയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ കാണുകയാണ് ക്രിസ്തു. അപ്പോൾ 4-ാം അധ്യായത്തിൽ ഈ വിഭാഗീതികളുടെ നടിച്ചൂരുകളെ ക്രിസ്തു ഇടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്രിസ്തു നേരെ ശമരിയക്കാരത്തിലെടുത്തിയില്ലെന്ന്. എന്നിട്ട് അവളോട് സംസാരിക്കുകയാണ്. അവൾ അഡ്രസ്സ് ചെയ്ത ഒരു ദാഹമുണ്ട്. വഴിവിട്ട ജീവിതത്തിലൂടെ എന്തൊക്കെയോ ഒരു പക്ഷേ അവിടെ ജീവിതത്തിൽ അടക്കി വെച്ചിരുന്ന അമർഷങ്ങൾ, അവളെ ചതിച്ച വഞ്ചകരോടുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ അവിടെ അകത്ത് കാണും. ഒരു പക്ഷേ അവളെ ഇട്ടച്ച് പോയ അപ്പനോടുള്ള ദേഷ്യം കാണും. നമുക്കറിയത്തില്ല, മനുഷ്യ മനസ്സുകൾ എന്തോരം കോംപ്ലിക്കേറ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം ഈ പെൺകുട്ടിയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 5 ഭർത്താക്കന്മാരുള്ള സ്ത്രീയോട് കർത്താവ് പറയും, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇത് ഞാൻ പറയുമ്പോൾ സ്ത്രീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചിലപ്പോൾ സ്ത്രീക്ക് പോലും അറിയില്ല. അതാണ് സ്ത്രീയുടെ മനഃശാസ്ത്രം എന്നൊക്കെ പറയും. മോശപ്പെട്ട അല്ലെങ്കിൽ വഴിവിട്ട ജീവിതത്തിനൊക്കെ പേര് കേട്ട സഹോദരിമാർ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഇന്നലകളിലുണ്ടായിരുന്നു. അവരൊക്കെ ഓരോ സ്ഥലങ്ങളുടെ പേരിലൊക്കെ അറിയപ്പെടുക. അപ്പോൾ അങ്ങനെയൊരു സഹോദരി, ഇച്ചിരി കുപ്രസിദ്ധയായ ഒരു സഹോദരിയാണ്. ഒരു സ്ഥലത്തിൻ്റെ പേരിലാണ് ആ സഹോദരി അറിയപ്പെട്ടിരുന്നത്. അപ്പം നമുക്ക് ഇതൊന്നും അതറിയാതിരുന്നൊരു കാലത്തിൽ ആരോ എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊരു സഹോദരിയുണ്ട്, പ്രിൻസ് മാസ്റ്ററെ ഒന്ന് തിരക്കിയിരുന്നു, പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ വലിയ കാര്യത്തിൽ ഇവരെ അന്വേഷിച്ച് പോയി. അപ്പോൾ അവരുടെ പേരെന്നോടെല്ലാവരും പറഞ്ഞു. അപ്പം പോയ വഴിക്ക്, എനിക്ക് അന്ന് ഗൂഗിളില്ലല്ലോ, 1 വർഷം മുമ്പ്, ഞാൻ പോയ വഴിക്കെല്ലാം പലരോട് ചോദിച്ചു, ഇവരുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അതിലൊരാൾ എന്നെ പിടിച്ചു നിർത്തി ചോദിച്ചു, കുഞ്ഞ് നല്ല വീട്ടിലാണെന്ന് തോന്നുന്നല്ലോ, എവിടെ നിന്ന് വരികയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ അറിയത്തില്ലേ, തുണ്ടത്തിലെ കുഞ്ഞുവെന്ന് പറഞ്ഞ പാസ്റ്റർ മോനാ. തുണ്ടത്തിലെ പാസ്റ്റർ മോനാണോ? ആണോ അച്ഛാ?
എവിടെ പോവാ? ഇന്നടത്ത് പോവാ. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലറിഞ്ഞു ഞാൻ അവിടെ പോയെന്ന്, എൻ്റെ സഭയിലറിഞ്ഞു. ഞാൻ സത്യത്തിൽ അവരെ തേടിപ്പോയത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒത്തിരി മുറിവുണ്ടാക്കിയൊരു കാര്യം, ആ സഹോദരിയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയി, പിന്നെ വളർത്തിയത് അപ്പനാണ്. അപ്പൻ മഹാമദ്യപാനിയായിരുന്നു, എന്തിനും ഏതിനും അടിക്കുമായിരുന്നു, അടിയോടടി, ചീത്തപടിയോട് ചീത്തപടി. അപ്പൻ്റെ കൂട്ടത്തിൽ വരുന്ന കൂട്ടുകാർ പലപ്പോഴും മുതിർന്ന ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുമെന്നൊക്കെ പേടിച്ച് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ കൂടി ഒടുവിൽ അവളെ കെട്ടിച്ചു. അവിടെ അപ്പനാകാൻ പ്രായമുള്ള ഒരുത്തിനെയും കൊണ്ടാണ് കെട്ടിച്ച്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഈ കർമ്മം തീർത്താൽ മതി. അതുകൊണ്ട് തന്നെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാൾ സംശയരോഗിയായിരുന്നു. എന്നും അടിയോട്ടടിയ, ആരാടി ഇപ്പം വന്നിട്ട് പോയേ, ഈ ചെരുപ്പ് ആരുടെ ആടി, ഈ തലമുടി ആരുടെ ആടി, ഇതാരാടി അതാരാടി, അടിയോടടി കിട്ടിയപ്പം അവൾക്കൊരു കാര്യം പിടികിട്ടി, പോയാലും പോയില്ലേലും എന്ത് കിട്ടും? അടി കിട്ടും. എന്നാൽ പിന്നെ പോയിട്ടടി മേടിക്കല്ലോ. ആ മനസ്സാണ് അവളെ അവിടെ എത്തിച്ചത്. പക്ഷെ അവളെന്നോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, സഹോദര, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കണം, ഈ ഐറ്റത്തിൽ ഞാൻ പൈസ മേടിച്ചിട്ടില്ല. എൻ്റെ അപ്പനോടുള്ള അടങ്ങാത്ത വാശിയും എന്നെ അടിച്ച ഭർത്താവിനോടുള്ള അടങ്ങാത്ത വാശിയും ഞാൻ എവിടെയോ തീർക്കുകയായിരുന്നു. സത്യത്തിൽ ഈ മനുഷ്യ മനസ്സുകളെ വായിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. നമുക്ക് മോശമായതിൻ്റെ പിന്നെ ഒറ്റ കാരണമേ ഉള്ളൂ, എന്താ? മോശമായെന്നുള്ളത്. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ മോശമായി പോവുക? ഇവിടെയാണ് ആ സഹോദരിയോട് കർത്താവ് സംസാരിക്കുകയാണ്. ഒറ്റ വാക്കുകൊണ്ടൊക്കെ അവളെ വിശുദ്ധീകരിക്കുകയാണ്. ആ സംസാരം അവളെ വിശുദ്ധീകരിച്ചു. നിനക്ക് ദാഹം, അവൾ പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെ എന്തു ചെയ്യും? ദാഹിക്കും. എന്നാൽ എന്നിൽ നിന്ന് കുടിക്കുന്നവനോ അത് നിത്യജീവനിലേക്ക് പൊങ്ങുന്ന നീരിറങ്ങി. ആ സംസാരം, അവളൊരു കാര്യം ചെയ്തു, അവൾ ആ പാത്രം അവിടെ വെച്ചിട്ട് ഓടിപ്പോവുകയാണ്. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ എന്തു ചെയ്തു? കണ്ടു എന്ന് പറയുകയാണ്. ആ സ്ത്രീ ഒരു വലിയ സുവിശേഷത്തിൻ്റെ ദൗത്യമായിട്ട് മാറുകയാണ്. ഇവിടെയാണ് ക്രിസ്ത്വാനുഭവങ്ങൾ ഒരു മനുഷ്യനുണ്ടാകുന്ന രൂപാന്തരങ്ങൾ. കാരണം ഏതു മനുഷ്യൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന, അവനെ അങ്ങനെ ആക്കിയ മുറിവുകളെ കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരാൾ ക്രിസ്തുവാണ്. വലിയൊരു മഞ്ഞുമലയുടെ അടി പോലെ മനുഷ്യൻ്റെ മനസ്സൊക്കെ. നമ്മൾ മുകൾ ഭാഗം മാത്രം കണ്ട് വിധിക്കുന്നവരാണ്. നമുക്ക് ഈ വിധിക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ്. മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് ചെയ്യാൻ? വിധിക്കാൻ. കോവിഡിൻ്റെ കാലത്തിൻ്റെ ചെറിയൊരു അയവ് വന്നപ്പോൾ ഒരു കല്യാണം, ഒത്തിരി കല്യാണം എൻ്റെ ചർച്ചയാണ്. പലരും വന്ന കല്യാണങ്ങൾ നടത്തിയത് ഞങ്ങളുടെ ചർച്ചയില്ല, കല്യാണവും ശവടക്കവും ഒക്കെ. അതിനൊരു കാരണമുണ്ടായിരുന്നു. പലയിടങ്ങളിൽ എൻ്റെ സഭയിലെ വിശ്വാസികളിവിടെ ഉണ്ട്, പലയിടങ്ങളിലായിട്ടൊക്കെ ഇരിക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ ഇച്ചിരി ധൈര്യമൊക്കെ വേണ്ടേ കാര്യങ്ങളൊക്കെ നടത്താൻ. ഒന്ന് ആൾ വരണം, അവരെ ഒന്ന് സ്വീകരിക്കണം. അപ്പോൾ അതിനകത്ത് പല കല്യാണങ്ങളും അവിടെ നടന്നു. അപ്പം അതിനകത്ത് ഒരു കല്യാണം നടന്നപ്പോൾ അവരെന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, അന്ന് 50-60 പേർക്കൊക്കെ വരാം, ഞങ്ങൾ പേടിക്കണ്ട, പലര് വന്നാൽ പല ടൈമായിട്ട് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുറേയെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്യാം. പെട്ടെന്ന് ഈ നമുക്കറിയാൻ വയ്യാത്ത ഈ വിജിലൻസോ സ്ക്വാഡോ ഒക്കെ വന്നാൽ നമ്മൾ പെട്ടുപോകും. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാം. അങ്ങനെ മാനേജ് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കുറവൊന്നും വരത്തില്ല, വൃത്തിയായിരിക്കണം എന്നെല്ലാം പറഞ്ഞു. കല്യാണം എല്ലാം ഞാൻ ഏറ്റു, എല്ലാം എന്നെ ഏൽപ്പിച്ചു. കോവിഡിൻ്റെ പീക്ക് ടൈമാണ്. അപ്പം നമ്മളൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഒന്നും ഉറക്കം കാണത്തില്ല, വൃത്തിയായിട്ട് ചെയ്യണം. എല്ലാ പ്രാവശ്യവും കാര്യം ഏറ്റു കഴിയുമ്പം തീരുമാനിക്കുക ഇനി ഒരു കാര്യം ഏക്കരുതെന്ന്. കാരണം അവസാനം നമുക്ക് ചീത്തവിളിയെ മിച്ചം വരത്തുള്ളൂ, കുറേ പരിഭവം. അതുകൊണ്ട് എന്നാലും പിന്നെ മനുഷ്യരല്ലേ, ഇതൊക്കെ ഏറ്റില്ല പിന്നെ നമ്മളെന്തിനാണ് ജീവിക്കുന്നത്. അപ്പോൾ എന്നാലും ഞാൻ അങ്ങനെ ആ കല്യാണം നടത്തുക. അപ്പോൾ കല്യാണം നടത്തുമ്പോൾ നമുക്ക് ഞങ്ങൾ മറന്നോന്നറിയത്തില്ല, സൗദിയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെയൊക്കെ ഈ കല്യാണവും പരിപാടിയും ശവടക്കും എല്ലാം അടക്കം 2 തോക്ക് പിടിച്ചുകൊണ്ട് 2 പേര് നിൽക്കും. അവർ വരുന്നോടെല്ലാം നെറ്റിക്കോട്ട് ആദ്യം തോക്ക് വെക്കും. മറക്കല്ലേ, ആ സാധനമൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്, മറന്നുപോയോ? അതിൻ്റെ പേരെന്താ? ടെമ്പറേച്ചർ നോക്കുക. അപ്പോൾ എന്നിട്ട് അഡ്രസ്സും ഫോൺ നമ്പറും എന്തു ചെയ്യും? എഴുതിയെടുക്കും. അങ്ങനത്തെ കാലം ഓർമ്മയുണ്ടോ? ഇപ്പോൾ യോഗമൊക്കെ നടക്കുകയാണ്, 2 പേര് വാതിൽക്ക് നിൽക്കും, തോക്കിട്ട് നെറ്റിക്ക് വെക്കും, എന്നിട്ട് പേരും അഡ്രസ്സും ഒക്കെ കുറിച്ചിടും. അപ്പോൾ നടത്തിയപ്പോൾ ഞാനത് ഇവൻ്റുകാരോട് പറഞ്ഞ് 2 പേരെ ഏൽപ്പിച്ചേക്കണം. അപ്പോൾ 2 പെൺപിള്ളേരെ അവർ കൊണ്ടുവന്നു. പാവം പിടിച്ച് 2 പിള്ളേർ, നല്ല 2 പെൺപിള്ളേർ. അവർ സ്കൂട്ടറെ വന്നു, അവർ ഡ്രസ്സൊക്കെ വന്ന് നല്ല ചെറിയ 2 മിടിയും ഒരു കോട്ടും ഒക്കെ ഇട്ട് ലിഫ്റ്റിക്കൊക്കെ ഇട്ട് നല്ല മിടുക്കര് 2 പെൺപിള്ളേർ ഈ വാതിൽക്ക് ഇന്നതെല്ലാം നോക്കുക. എൻ്റെ പൊന്നെ, കല്യാണത്തിന് വന്ന ഒരു അച്ഛൻ എൻ്റെ അടുക്ക് വന്നു, പ്രിൻസ് പാസ്റ്റർ ഇങ്ങനെ തരംതാണ് പോയല്ലോ, പാപികളുടെ കൂട്ടത്തിൽ പെട്ടല്ലോ,
ഞാൻ ചോദിച്ചു, എന്തോ പറ്റി അച്ഛാ, എന്തോ പറ്റി? എനിക്കങ്ങ് വിഷമമായിപ്പോൾ. എന്തോ പറ്റി? കണ്ടില്ലേ ഇത്? ഞാൻ ചോദിച്ചു, എന്ത്? ആ പെൺപിള്ളേരുടെ കാല് കണ്ടോ? മിടിയിട്ടേക്കുക. ഞാൻ അതുവരെ സത്യമായിട്ടത് കണ്ടില്ല. കാണേണ്ടവരല്ലേ ഇതൊക്കെ കാണത്തുള്ളൂ. ഞാൻ കണ്ടില്ല, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. ഇതാരാണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നീ കണ്ടോ? കാല് കണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടില്ല. കാണണം. കണ്ടോ? ഓ, ഇതാണ് പെന്തക്കോസ് പള്ളിയിൽ നിർത്തേണ്ട വാതുക്കൽ. നീ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഞാൻ ചോദിച്ചു, മുതുക്ക, തനിക്ക് അകത്ത് കയറി താനിതിനെ വായി നോക്കി ഇവിടെ തന്നെ. വയസ്സാം കാലത്ത് തന്നോട് ആര് പറഞ്ഞു നോക്കാൻ? ഞാൻ ഇതുവരെ കണ്ടില്ല, താനെങ്ങനെ ഇത് കണ്ടേ? അയാൾ പിന്നെയും തിരിച്ചു വന്ന് നോക്കി വർത്തമാനം പറയാൻ നിൽക്കുക. താൻ കയറിപ്പോ, ഒന്നത് പോ, എന്നോടധികം സംസാരിക്കണ്ട. എനിക്കെൻ്റെ കലിയും ദേഷ്യം എല്ലാം വന്നു. ഈ പിള്ളേരങ്ങ് പോയി. എന്നാലും 2 പെൺപിള്ളേർ. അപ്പം ഞാനോർത്ത് ഇതുങ്ങളോടൊന്ന് സംസാരിക്കും. ഏതായാലും പാമ്പിടിച്ച 2 പിള്ളേർ, പക്ഷെ കണ്ടാൽ നല്ല അഴകുള്ള 2 പിള്ളേർ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയും കൂടെ അവരെ വീട്ടിൽ പഠിപ്പിച്ചു. ഇത് കല്യാണം നടന്നുകൊണ്ടിരിക്കും. അവരോട് ചുമ്മാ ഒന്ന് സംസാരിക്കാമെന്ന്. സംസാരിച്ചപ്പോൾ അപ്പം ഇവരെന്നെ അച്ഛനെന്നാണ് വിളിക്കുക, കത്തോലിക്കരാ. അച്ഛാ, ഞങ്ങളെ ഇങ്ങനെ ഈ ഡ്രസ്സൊന്നും കണ്ടുകൊണ്ട് അളക്കല്ലേ. അച്ഛൻ തളർന്ന് കിടക്കുക, അമ്മയ്ക്ക് ആസ്മയാണ്, ഞങ്ങൾ പഠിക്കുക. ഇങ്ങനെ എല്ലാ വീക്കെൻഡിലും ജോലിക്ക് പോയാൽ ജീവിക്കുന്നത്. ആലുവായിൽ നിന്ന് അതുങ്ങൾ സ്കൂട്ടറിൽ ഓടിച്ച് ഓടി നാട്ടി വന്ന 1000-1500 രൂപ കിട്ടും. ഇതാണ് ഞങ്ങളുടെ ജീവിതമാർഗം. ഇതൊന്നും കണ്ടിട്ട് ഞങ്ങളെ വിധിക്കരുത്. എനിക്കന്നേരം സങ്കടം തോന്നിയത് മറ്റന്നേരം 10-10:30 എൻ്റെ പെണ്ണ് എഴുന്നേറ്റിട്ടില്ല. പിള്ളേർ അവർ ഉച്ചയും കുത്തി കിടന്ന് ഉറക്കുക. അപ്പോഴും ആ സമയത്ത് ഇതുങ്ങൾ വന്നപ്പോഴാണ് ഇയാൾ അതിൻ്റെ കാല് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഈ മനുഷ്യർ വിധിക്കാൻ ശ്രമിക്കണം. എൻ്റെ ഭാഷ മോശമായിപ്പോയി, സങ്കടം കൊണ്ട് പറഞ്ഞു പോയാൽ. നമുക്ക് ഈ വിധിക്കാൻ എളുപ്പമാണ്, ഭയങ്കര പെട്ടെന്ന് നമ്മൾ വിധിക്കുന്ന മനുഷ്യരെ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നുണ്ട്, കേൾപ്പാൻ വേഗതയും. മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കാറില്ലെന്നുള്ളത് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ പ്രവൃത്തിയുടെ പിന്നിൽ അവനെ അങ്ങനെ ആക്കിയ മനസ്സിൻ്റെ താടനങ്ങളെ ആന്തോളനങ്ങളെ എല്ലാം കണ്ടു മനസ്സിലാക്കി അവരുടെ മനസ്സിനെ തൊട്ട ഒരേ ഒരു ഗുരുവുണ്ടെങ്കിൽ അതിൻ്റെ ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കർത്താവിനെ ഭയങ്കര ഇഷ്ടമായി. കുഷ്ഠരോഗിയെ കർത്താവ് തൊടുന്നുണ്ട്. എന്തിനാ ക്രിസ്തു കുഷ്ഠരോഗിയെ തൊട്ടത്? ഒരു മനുഷ്യനും കുഷ്ഠരോഗിയെ തൊടത്തില്ല. ഒറ്റ വാക്കുകൊണ്ട് കർത്താവിന് അവനെ സുഖപ്പെടുത്തായിരുന്നു. പക്ഷെ കർത്താവിനറിയാം, അവനെ സൗഖ്യത്തെക്കാട്ടിൽ അവന് ആവശ്യം ഒരു തലോടലാണ്, ഒരു തൊടലാണ്. മനുഷ്യൻ്റെ മനസ്സ് കണ്ട ഒരുവൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്നൊരു കർത്താവ്, ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന ഒരു കർത്താവ്. കരങ്ങൾ ഉയർത്തി ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അതുകൊണ്ട് തന്നെ ഈ ഗുരു വരുന്നിടത്തൊക്കെ ആൾ കൂടാറില്ലേ, കുഞ്ഞുങ്ങൾ കൂടാറില്ലേ? എന്തുകൊണ്ടാണ്? ഗുരു മനസ്സിലാക്കുന്ന ഒരു കർത്താവാണ്. 4-ാം അധ്യായത്തിൽ വേർപാണ്ട നടിച്ചുവരുകളെയെല്ലാം ഇടിച്ചുകൊണ്ട് കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലാണ് അടുത്ത അടയാളം നാം കാണുക. അതെന്താണ്? രാജഭൃത്യം വരികയാണ്. കഫർന്നഹൂമിൽ നിന്ന് കാനായിലേക്ക് വരികയാണ്. കർത്താവിനോട് പറയുന്നു, നീ പൊയ്ക്കോ, നിൻ്റെ മകൻ എന്ത് ചെയ്തിരിക്കുന്നു? ജീവിച്ചിരിക്കുന്നു. ആ നിമിഷം തന്നെ അകലെ ഒരത്ഭുതമുണ്ടാകുകയാണ്. അതാണ് 4-ാം അധ്യായം. 5-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 5-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം. തുറന്ന് എല്ലാവരും യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം. 5-ാം അധ്യായത്തിൽ യെരുശലേമിൽ ആട്ടുവാതുക്കൽ ഒരു ബെഥെസ്ദാ കുളം ഉണ്ടായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ കിടന്നിരുന്നു എന്ന് കാണുകയാണ്. അതിന് 5 മണ്ഡപമൊക്കെയുണ്ട്. അവിടെ ഒരു വലിയ കൂട്ടമൊക്കെ ഉണ്ട്. എന്നാൽ 5-ാമത്തെ വാക്യം, അവിടെ ഒരു സൂപ്പർസ്റ്റിഷ്യസായിട്ടുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. ആ കുളത്തിൽ ആദ്യം ഇറങ്ങുന്നവൻ എന്താകും? സൗഖ്യമാകും. ഇവിടെ ഒരു പുതിയ സൗഖ്യത്തെ കാണുകയാണ്. പുതിയ സൗഖ്യമാണ് അവിടെ കാണുക. ഈ മനുഷ്യൻ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 38 ആണ്ടുണ്ട്. 38 ആണ്ടായിട്ടുണ്ട്. അപ്പം കർത്താവിന് എത്ര വയസ്സ് കാണും? കർത്താവ് എത്ര ആയാലും 30+ ആണ്. 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു, 30+ ആണ്. അപ്പോൾ ഇവൻ്റെ രോഗം ആരെക്കാട്ടിലും മൂത്തതാണ്? കർത്താവിനെക്കാട്ടി മൂത്ത രോഗമുള്ളവനാണ്. അപ്പം പ്രായം പറയണോ? അറിയില്ല. ഏതായാലും 38 ആണ്ട് കുളക്കടവിൽ കിടക്കുക. ഇവൻ്റെ അടുക്കിലേക്ക് കർത്താവ് വരിക. പ്രിയരെ, കർത്താവ് വന്നിട്ട് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ, എനിക്ക് പിന്നെയും ഈ കർത്താവിനോട് ഇഷ്ടം തോന്നുന്നൊരു കാര്യമുണ്ട്. കർത്താവ് അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ എന്തുണ്ടോ? മനസ്സുണ്ട്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, സൗഖ്യമാകാൻ മനസ്സുണ്ട്. അപ്പോൾ അവൻ ഈ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അരി എത്രാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? പയറ് 5 കൊച്ചുങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേൾക്കണം. അരി എത്രാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? പയർ. ചോദിച്ചതിനല്ല ഉത്തരം. ഇവനോട് ചോദിച്ചത് എന്താ? നിനക്ക് സൗഖ്യമാകാൻ
മനസ്സുണ്ടോ? ഇവൻ പറഞ്ഞ എന്താ? കുളം കലക്കുമ്പോൾ എന്നെ എടുത്തിറക്കാൻ ആരുമില്ല. ചോദിച്ചതിന് ഉത്തരവാണോ പറഞ്ഞേ? അല്ല, ചോദിച്ചത് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. ഉത്തരം കുളത്തിലിറക്കാൻ ആരുമില്ല. സത്യത്തിൽ അവൻ പറഞ്ഞത് അതിൻ്റെ ഉത്തരം. അവൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സങ്കടം അവന് ആരില്ല. 38 ആണ്ടിന് മുമ്പ് ഒരു പക്ഷേ അവനെ അവിടെ കൊണ്ടുവന്നപ്പം പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ വലിയ റാലിയായിട്ടായിരിക്കും കൊണ്ടുവന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആദ്യമൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്തോ ഒരാളായിരിക്കും എന്നറിയാം. ആശുപത്രികളിലൊക്കെ പോകും. ഇപ്പോഴാണ് അതിനൊന്നും ആളില്ലാത്ത. ഞങ്ങളുടെ ഒരു കിഴക്ക് മലയിലെ പിള്ളേർ പറയുന്നൊരു തമാശയുണ്ട്. അവിടെ ഈ എന്തെങ്കിലും ഒരു മലയിൽ കയറി ചെല്ലുമ്പം 4x4 ഉള്ള ജീപ്പൊക്കെ കയറി പോകുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വല്ല അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ ജീപ്പ് കയറി വരുമ്പോഴേ നാട്ടുകാർക്ക് അറിയാം ഏതാണ്ടൊരു പ്രശ്നമുണ്ട്. രാത്രി അവരുടെ അസുഖം ഉണ്ടായി, ജീപ്പ് വിളിച്ചു, ഫ്രണ്ടൊക്കെ ഉള്ള ജീപ്പ് കയറി വന്നു. എന്തുവാന്ന് ചോദിച്ചപ്പോൾ അയാളെ ആശുപത്രി കൊണ്ടുപോകാനാണ്. ചുരുക്കത്തിൽ നാട്ടുകാർ പിള്ളേരെല്ലാം ചാടി ജീപ്പേ കയറി. ഒടുവിൽ രോഗിയെ കയറ്റാൻ സ്ഥലമില്ലായിരുന്നു. അന്ന് ഈ ആളും ആരവും ബഹളമല്ലേ. ഈ പറഞ്ഞ പോലെ 38 ആണ്ട് മുമ്പ് ഇളെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും കൂടെ ആയിരിക്കും കൊണ്ടുവന്നത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ആൾക്കാരൊക്കെ വരാതായി. നമ്മളും ഇതുപോലൊക്കെ തന്നെയാണ്. ആദ്യമൊക്കെ കിടന്നാൽ എല്ലാവരും വരും. ദൈവത്തെ ഓർത്ത് കിടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണേ. കിടക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാവും. ആദ്യമൊക്കെ എല്ലാവരും വന്നു, പിന്നെ പതുക്കെ ആഴ്ചയിൽ ഒന്നാവും, പിന്നെ മാസത്തിലൊന്നാവും, പിന്നെ 6 മാസത്തിലൊന്നാവും, പിന്നെ ഒരു ദിവസം മരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ നമ്മൾ ചോദിക്കും, ചത്തോണ്ട് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു? മരിച്ചില്ലായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ മനുഷ്യനെന്ന് പറയുന്നത്. പക്ഷേ ഇവന് കുറച്ച് നാൾ കിടന്നപ്പോൾ ഒരു കാര്യം പിടികിട്ടി, അവൻ ആരുമില്ലെന്ന്. നമ്മൾ ഈ കിടക്കുമ്പോഴേ പിടികിട്ടത്തുള്ളൂ ആരുമില്ലെന്ന്. എല്ലാ മനുഷ്യനും കുറച്ച് കിടന്നു വയ്ക്കിയാൽ അവർക്ക് പിടികിട്ടുന്നൊരു യാഥാർത്ഥ്യമുണ്ട്, എനിക്ക് ആരുമില്ലെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, എനിക്ക് കുളത്തിലിറക്കാൻ എന്നെ ആരുമില്ല. അപ്പം കർത്താവിനോട് പറയുന്നൊരു മറുപടിയുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നുള്ള ചോദ്യമാണ്. എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്, ആരും ഇല്ലാതാവുമ്പോൾ അവിടുന്ന് വരുന്നേ. കാരണം ഈ എല്ലാവരും ഉള്ളപ്പോൾ അവിടുത്തെ അങ്ങനെ അനുഭവിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാവരും ഇല്ലാതാകുമ്പോൾ അവൻ വരുമ്പം പിന്നെ അവൻ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആരുമില്ലാത്തവനെ തേടി വരുന്ന ഒരുവനുണ്ട്, ആരുമില്ലാതാകുമ്പോൾ വരുന്ന ഒരാളുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ ചിലപ്പോൾ നമുക്ക് ഈ തിരക്കിൽ അവനെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. എല്ലാവരുടെയും വരവ് നിൽക്കുമ്പോൾ വരുന്ന ഒരാളുടെ പേരാ കർത്താവ്. എല്ലാവരുടെയും വരവ് നിൽക്കുമ്പോൾ വരുന്ന ഒരാളുടെ പേരാ കർത്താവ്. കരങ്ങളെല്ലാം ഉയർത്തി ഒരു നിമിഷം ശാന്തമായിട്ടൊന്നോർത്തേ. മനുഷ്യരുടെ എല്ലാം പ്രശ്നം ആരുമില്ലെന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ നിർണായകമായ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു മാനുഷിക സത്യമുണ്ട്, എല്ലാ മനുഷ്യരും ഒറ്റയാണ്. പക്ഷേ ഒറ്റയ്ക്കാകുമ്പോൾ വരുന്നൊരു കർത്താവുണ്ട്. ആരുമില്ലാതായപ്പോൾ അവനെ തേടി വന്നു. 38 ആണ്ട് മുമ്പ് വരത്തില്ലേ? വരാം. പക്ഷെ കർത്താവ് വരാൻ താമസിച്ചത് കാരണം അവനും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം, എനിക്ക് ആരുമില്ലെന്ന്. പണമുള്ളപ്പം നമുക്ക് തോന്നും എല്ലാവരും ഉണ്ടെന്ന്, ആരോഗ്യമുള്ളപ്പോൾ എല്ലാവരും തോന്നും എല്ലാവരും ഉണ്ടെന്ന്. പണം പോയി കിടപ്പിലുമാകുമ്പോൾ മനസ്സിലാകുന്നൊരു സത്യമുണ്ട്, ആരുമില്ലെന്ന്. ആരുമില്ലാതായവനെ തേടി കർത്താവ് വന്നു. ഹല്ലേലൂയ. ആരും സഹായമില്ലാതെ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുമ്പോൾ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ട്. നോക്കൂ, അവിടെ കർത്താവിനെ തേടി വരിക. കർത്താവിനോട് പറഞ്ഞു, നിൻ്റെ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു. ഇവൻ്റെ രോഗത്തിൻ്റെ പഴക്കം എത്ര വർഷമുണ്ട്? 38 ആണ്ടുണ്ട്. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്, ഏത് പ്രശ്നത്തിനും എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും പരിഹരിക്കാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. ഏത് വർഷത്തിനും എത്ര വർഷം. നമ്മൾ ഒരു ആൾക്ക് കുട്ടികളില്ല, അപ്പം നമ്മൾ ചോദിക്കുന്ന ഒരു ജാതി എടുത്തവായി ചോദിക്കും, എത്ര വർഷമായി? 2 വർഷമൊക്കെ ആയെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും സാരമില്ല, നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. 5 വർഷമായാൽ സാരമില്ല. പക്ഷെ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഒന്ന് താതാത്മ്യപ്പെടും. പക്ഷേ എത്ര ആണ്ട് പഴക്കമുള്ളവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദുശീലങ്ങളും ഇതുപോലൊക്കെയാണ്, ചിലപ്പം വർഷങ്ങൾ പഴക്കമുള്ളത്. എൻ്റെ പപ്പ എന്നോട് പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു സാക്ഷ്യമുണ്ട്. സിഗരറ്റ് വലിയൊക്കെ നിർത്തുമ്പോഴത്തേന് ഒറ്റ ദിവസം കൊണ്ടാണ് നിർത്തി. ബൈ ദ വേ, സിഗരറ്റ് വലി നിർത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ,
ഏത് നിർത്താനും ഒറ്റ വഴിയുള്ളൂ. ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സിഗരറ്റ് വലി നിർത്തണം, എന്ത് വിലയും കൊടുക്കാം. ഞാൻ പറഞ്ഞു, റെഡിയാണോ സഹോദര, സത്യമായിട്ട് നിങ്ങൾക്ക് നിർത്തണം, സത്യമായിട്ട് നിങ്ങൾക്ക് നിർത്തണം, ആഗ്രഹം ശരിക്കും ജെന്യുവിൻ ആഗ്രഹമാണ്, നിർത്തണം. ഞാൻ പറഞ്ഞു നിർത്താം. പക്ഷേ കൗൺസിലിങ്ങിന് പോകണേ കൗൺസിലിങ്ങിന് പോകാം, ധ്യാനത്തിന് പോകണേ ധ്യാനത്തിന് പോകാം, എന്ത് വേണം ചെയ്യാം. ഞാൻ പറഞ്ഞു നിർത്താം. എന്താ വഴി? ഒറ്റ വഴിയുള്ളൂ, അങ്ങ് നിർത്തുക. അല്ലാതൊരു വഴി പറഞ്ഞു. ഒരു ദിവസം അങ്ങ് നിർത്താൻ അങ്ങ് തീരുമാനിക്കുക. അല്ലാതൊരു വഴി പറ. കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്തി ഒറ്റ ആളുടെ പേര് പറയാം. കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്തത്തൊന്നുമില്ല. നിർത്തുക എന്ന് പറഞ്ഞാൽ അങ്ങ് എന്ത് ചെയ്യണം? നിർത്തണം. 2 ദിവസം ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ 3-ാം ദിവസം അതിനെ ജയിക്കാനാകും. അപ്പം ഇവിടെ നമ്മൾ കാണുകയാണ് എത്ര വർഷം പഴക്കം. അപ്പോൾ എൻ്റെ അപ്പ പറയുന്ന കാര്യമുണ്ട്, സിഗരറ്റ് വലി ബീഡി വലിക്കാൻ തുടങ്ങി എത്ര നാളാണെന്ന് ഓർമ്മയില്ല. കാരണം ഇവർ തോട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് അപ്പച്ചൻ ഇങ്ങനെ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് വെള്ളം അടിച്ച് വന്നിരിക്കുമ്പോൾ മോനോട് പറയും, ബീഡി കത്തിച്ചുകൊണ്ട് വരാൻ. അങ്ങ് അടുക്കളയിൽ നിന്നാണ് കത്തിച്ചുകൊണ്ട് വരിക. അടുക്കളയിൽ നിന്ന് കത്തിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് കെട്ടുപോകും. അപ്പോൾ എന്തോ ചെയ്യും? വെള്ളം അടിച്ചിരിക്കില്ല, നല്ല പിച്ച് കിട്ടുമ്പോൾ 2 നോട്ടം പിച്ച് കിട്ടിയപ്പോൾ അപ്പ പഠിച്ചൊരു മാർഗ്ഗമാണ്, ഇത് കെട്ടുപോകാതിരിക്കാൻ ഇടയ്ക്ക് വലിച്ചാൽ മതി. അപ്പം വലിക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ അത് ഓർമ്മയില്ല. പിടിച്ചാൽ നോക്കിയപ്പോൾ അപ്പച്ചൻ കത്തിച്ചുകൊണ്ട് വന്നപ്പോൾ അടി കിട്ടാതിരിക്കാൻ പഠിച്ച കാര്യമാണ്. അങ്ങനെ എത്രയോ വർഷം പഴക്കമുണ്ടെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ഇതിനെയൊക്കെ നിർത്താൻ കഴിയുന്നത് കർത്താവിന് പഴക്കം വിഷയമല്ല. രോഗത്തിന് എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും, ദുശീലങ്ങൾക്ക് എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും എൻ്റെ കർത്താവ് ഇത്ര വർഷമായി ഒന്ന് ചോദിക്കാൻ വരുന്നൊരു കർത്താവല്ല. കർത്താവ് വന്നാൽ അവിടെ സൗഖ്യമുണ്ട്. ആണ്ടുകൾ പഴക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിവുള്ളൊരു കർത്താവുണ്ട്. അവിടത്തേക്ക് വർഷങ്ങൾ കരങ്ങളടിച്ചൊന്ന് സ്തുതിച്ച് എല്ലാവരും വളരെ ഈ ബൈബിൾ ക്ലാസിൻ്റെ സമാപന രാത്രി എത്ര വർഷം പഴക്കമുള്ള പ്രശ്നങ്ങളാണെങ്കിലും പരിഹാരം വരുത്തുവാൻ കഴിവുള്ളൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ.